ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലുള്ള സെക്ഷൻ 2.14 ആണ്. അതായത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായും റെസിസ്റ്റൻസിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, രണ്ട് പാരലൽ കോമ്പിനേഷൻ. ആദ്യം നമുക്ക് സീരീസ് കോമ്പിനേഷൻ എന്താണെന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അതിൻ്റെ ഫിഗർ വരക്കണം, അതുപോലെ അത് ഡിറൈവ് ചെയ്യണം. അതുകൊണ്ട് ഫിഗറും ഡെറിവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സാധാരണഗതിയിൽ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് സീരീസ് കണക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, റെസിസ്റ്റൻസിനെ ഒരു സർക്യൂട്ടിൽ ഈ രീതിയിലാണ് കണക്ട് ചെയ്തതെങ്കിൽ ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ 3 റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2 and R3 and is connected to a battery of voltage V. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്. ഇവിടെ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇവിടെയുള്ള എല്ലാ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആണ്. അതായത് I1ഉം I2ഉം I3യും എന്താണ്, സെയിം ആണ്. So we can write current through each resistors will be the same. Therefore I1 equal to I2 equal to I3, that is equal to I. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ടിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം I1 is to I2 is to I3 equal to 1 is to 1 is to 1, because current through each resistors are same. പക്ഷേ ഇവിടെ ഓരോ റെസിസ്റ്റൻസിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്. That is a very important point. That is, potential difference across each resistors are different. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റെസിസ്റ്റൻസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 ആയിട്ട് എടുക്കാം, രണ്ടാമത്തതിനിടയിലുള്ളത് V2 ആയിട്ട് എടുക്കാം, മൂന്നാമത്തതിനിടയിലുള്ളത് V3 ആയിട്ട് എടുക്കാം. മനസ്സിലായോ? പക്ഷെ ഇവിടെ എല്ലാ റെസിസ്റ്റൻസിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്താണ്, സെയിം ആണ്. ഓക്കെ, ഒന്നാമത്തെ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്, രണ്ടാമത്തെ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ടും എത്രയാണ്, I ആണ്, മൂന്നാമത്തെ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ടും എത്രയാണ്, I ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ റെസിസ്റ്റൻസിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണാനുള്ള ഇക്വേഷൻ V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. ഇവിടെയുള്ള കേസിൽ കറണ്ട് I ആണ്, റെസിസ്റ്റൻസ് R1 ആണ്. സോ V1 ഈക്വൽ ടു I ഇൻറ്റു R1 എന്ന് എഴുതാം, V2 ഈക്വൽ ടു I ഇൻറ്റു R2 എന്ന് എഴുതാം, V3 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R3 എന്ന് എഴുതാം. So we can write the equation V1 equal to IR1, V2 is equal to IR2, V3 is equal to IR3. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കേസിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളുടെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം V1 is to V2 is to V3 is equal to IR1 is to IR2 is to IR3. എല്ലാത്തിലും I കോമൺ ആയതുകൊണ്ട് we can write V1 is to V2 is to V3 equal to R1 is to R2 is to R3. That's a very important point. That means potential drop is directly proportional to the resistance. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇവിടെയുള്ള കേസിൽ വാട്ട് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇവിടെ ഓരോന്നിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പുകളുടെ സം ആണ് അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, therefore we can write V is equal to V1 plus V2 plus V3. Okay, that is the total potential drop of this system of resistor. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്. ഇവിടെ ഈ 3 റെസിസ്റ്റൻസും കൂടി ഒരൊറ്റ റെസിസ്റ്റൻസിനെ പോലെ ആക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. ഇൻ സീരീസ് കോമ്പിനേഷൻ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ R equivalent is equal to R1 plus R2 plus R3. അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസുകളുടെ സം ആണ്. മനസ്സിലായില്ലേ?
സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കൂ. ഓരോന്നിന്റെ റെസിസ്റ്റൻസ് സെയിം ആണ്, R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പറയാം R is equal to R plus R plus R, that is equal to 3R. 3 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ n റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ we can write the equivalent resistance is Rs is equal to n into R. ശരിയല്ലേ? അതായത് ഇവിടെയുള്ള കേസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയാണോ ചെയ്തത്, കുറയുകയാണോ ചെയ്തത്? കൂടുകയാണ് ചെയ്തത് അല്ലേ? n ടൈംസ് എന്ത് ചെയ്തു? കൂടി എന്നർത്ഥം. ഒറ്റ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെയുള്ള റെസിസ്റ്റൻസ് R ആയിരുന്നു. n ഐഡന്റിക്കൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ അത് എത്രയായി മാറി? n ടൈംസ് R ആയി മാറി. അപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ കേസിൽ അതായത് റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള ലാർജസ്റ്റ് റെസിസ്റ്റൻസിനേക്കാളും കൂടുതലാണ്. ദാറ്റ് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ ഈസ് ലാർജർ ദാൻ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ദാറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറേ റെസിസ്റ്റൻസുകൾ തന്നു, എന്നിട്ട് പറയാണ് ഈ റെസിസ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാക്സിമം ആക്കാൻ പറയുന്നു, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എപ്പോഴാണ് കിട്ടുക എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ റെസിസ്റ്റേഴ്സിനൊക്കെ എങ്ങനെ കണക്ട് ചെയ്താൽ മതി? സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. മനസ്സിലായോ? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫിഗറും അതുപോലെ അത് കൃത്യമായി ഡിറൈവ് ചെയ്യുകയും വേണം. ഓക്കെ, ഇതും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഇതാണ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ 3 റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം ഓരോ റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട് ഡിഫറൻ്റ് ആണ്, പക്ഷേ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദിസ് വൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റേഴ്സ് ആർ സെയിം. എന്ന് പറഞ്ഞാൽ V1ഉം V2ഉം V3യും എന്താണ്? ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് V ഈക്വൽ ടു V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V3. സോ ഇൻ പാരലൽ കോമ്പിനേഷൻ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് V1 is to V2 is to V3 equal to 1 is to 1 is to 1. So this is a very important question. മനസ്സിലായോ? പക്ഷേ ഈ കേസിൽ കറണ്ട് എന്താണ്? ഓരോ റെസിസ്റ്റൻസിലൂടെയും പോകുന്നത് ഡിഫറൻ്റ് ആണ്. ഒന്നാമത്തെ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, രണ്ടാമത്തതിലൂടെ പോകുന്നത് I2 ആണ്, മൂന്നാമത്തതിലൂടെ പോകുന്നത് I3 ആണ്. മനസ്സിലായോ? ഓക്കെ, ഈ കേസിൽ എങ്ങനെയാണ് I1ഉം I2ഉം I3യും കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് പറയാം ഈ കേസിൽ R1ലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, R2ലൂടെ പോകുന്ന കറണ്ട് I2 ആണ്, R3ലൂടെ പോകുന്ന കറണ്ട് I3 ആണ്. പക്ഷേ R1ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V ആണ്, R2ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും V ആണ്, R3ക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും V ആണ്. നമുക്കറിയാം V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണ്. therefore I ഈസ് ഈക്വൽ ടു V ബൈ R. സോ I1 ഈസ് ഈക്വൽ ടു V ബൈ R1, I2 ഈസ് ഈക്വൽ ടു V ബൈ R2, I3 ഈസ് ഈക്വൽ ടു V ബൈ R3. സോ ദാറ്റ് ആർ ദ ഇക്വേഷൻ ഫോർ കറണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഇൻ പാരലൽ കോമ്പിനേഷൻ എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് I1 ഈസ് ടു I2 ഈസ് ടു I3 എത്രയാണെന്ന് ചോദിക്കാം. എത്രയായിരിക്കും? we can write it as V by R1 is to V by R2 is to V by R3. എല്ലാത്തിലും V കോമൺ ആണ്. സോ we can write I1 is to I2 is to I3 is equal to 1 by R1 is to 1 by R2 is to 1 by R3. അതായത് ഓരോ റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ കോമ്പിനേഷനിൽ എവിടെയാണോ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് ആ ഒരു ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് കുറവായിരിക്കും. ഓക്കെ, ഏത് ബ്രാഞ്ചിലാണോ റെസിസ്റ്റൻസ് കുറവുള്ളത് ആ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയുള്ള ടോട്ടൽ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
ടോട്ടൽ കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഈ 3 കറണ്ടുകളും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് കിട്ടും. അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പാരലൽ കോമ്പിനേഷന്റെ കേസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. രണ്ട് റെസിസ്റ്റൻസ് മാത്രമേ സർക്യൂട്ടിൽ ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2, or we can rewrite it as Rp is equal to R1 R2 divided by R1 plus R2. That's a very important equation. കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ നിങ്ങളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് വരുന്നു, ഓരോന്നിന്റെ റെസിസ്റ്റൻസ് R ആണ്, അതിനെയൊക്കെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോമ്പിനേഷനിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്കറിയാം 3 റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ 1/Rp is equal to 1/R plus 1/R plus 1/R എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/R. അങ്ങനെയാണെങ്കിൽ Rp is equal to 3 ആണ്, R/3 ആണ്. ഇനി n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ 3യുടെ സ്ഥാനത്ത് n എന്ന് കൊടുത്താൽ മതി. സോ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ Rp is equal to R/n എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റേഴ്സ് നമ്മൾ സർക്യൂട്ടിൽ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് കുറയുന്നു. മനസ്സിലായില്ലേ? കൂടാതെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അവിടെ കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് എത്രയാണോ അതിനേക്കാളും ചെറുതായിരിക്കും. മനസ്സിലായോ? സോ ഇൻ പാരലൽ കോമ്പിനേഷൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ റെസിസ്റ്റേഴ്സ് തരുന്നു. ഓക്കെ, ആ റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മിനിമം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ റെസിസ്റ്റേഴ്സിനെല്ലാം എങ്ങനെ കണക്ട് ചെയ്താൽ മതി? പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായില്ലേ? ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മാക്സിമം റെസിസ്റ്റൻസ് ആണ് കിട്ടേണ്ടതെങ്കിൽ റെസിസ്റ്റേഴ്സിനൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. മിനിമം റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ റെസിസ്റ്റൻസിനൊക്കെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? 4 റെസിസ്റ്റൻസസ് ഈച്ച് ഓഫ് 6 ohm ആർ arranged as shown in the figure given below. Calculate the total resistance between A and B. എയുടെയും ബിയുടെയും ഇടയിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എ എന്ന പോയിന്റ്, ഇതാണ് ബി എന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന പോയിന്റ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തതായി വിചാരിക്കുക. ബി എന്ന പോയിന്റ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തതായി വിചാരിക്കുക. നമുക്കറിയാം ബാറ്ററി എന്ത് ചെയ്യും? കറണ്ടിനെ സെൻഡ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കറണ്ട് ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആയിരിക്കും, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആയിരിക്കും, ഇതിലൂടെ പോകുന്ന കറണ്ട് I3 ആയിരിക്കും. ശരിയല്ലേ? ഇനി ഈ 3 കറണ്ടും കൂടി ഈ പോയിന്റിൽ കമ്പൈൻ ചെയ്ത് ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? I1 പ്ലസ് I2 പ്ലസ് I3, ദാറ്റ് ഈസ് I തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ 3 റെസിസ്റ്റേഴ്സും പരസ്പരം എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അതായത് ഈ 6 ohm റെസിസ്റ്റേഴ്സ് പരസ്പരം എന്താണ്? പാരലൽ ആണ്. ഓക്കെ, ഈ പാരലൽ കോമ്പിനേഷന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈ 6 ohമുമായിട്ട് എന്താണ്? സീരീസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതിന് R1 എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് R2 എന്ന് പേര് കൊടുക്കുന്നു, ഇതിന് R3 എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ R1ഉം R2ഉം R3ഉം എന്താണ്? പാരലൽ ആണ്. ശരിയല്ലേ? അതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ R1 പാരലൽ ടു R2 പാരലൽ ടു R3. അപ്പോൾ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇതെല്ലാം 6 ohm ആണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 പ്ലസ് 1/6 പ്ലസ് 1/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 എന്ന് കിട്ടും. ശരിയല്ലേ? 1/Rp ഈസ് ഈക്വൽ ടു 3/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2.
Okay, so what is the value of RP? RP is equal to 2 ohm എന്നാണ്. So you got the answer as 2 ohm. ഇനി 2 ohm റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 6 ഓമുമായിട്ട് എന്താണ്, സീരീസ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 2 ohm എന്താണ്, ഈസ് ഇൻ സീരീസ് വിത്ത് 6 ohm. ഓക്കെ, അപ്പോൾ ഇത് സീരീസ് ആണ്, 6 ഓമുമായിട്ട് സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? സോ യു ക്യാൻ സേ ആർ എ ബി ഈസ് ഈക്വൽ ടു 2 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ohm. അപ്പോൾ ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 8 ohm ആണ്. മനസ്സിലായോ ചെയ്തത്? ഇനി നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഈ 3 റെസിസ്റ്റേഴ്സും എന്താണ്, ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ്. അങ്ങനെ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം, ഇഫ് n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദെൻ RP ഈസ് ഈക്വൽ ടു R/n ആണ്. ഇവിടെ R എന്ന് പറയുന്നത് 6 ആണ്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 3 എണ്ണമാണുള്ളത് അല്ലേ? അതുകൊണ്ട് ആൻസർ എന്ത് കിട്ടും? 2 ohm. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ. അതായത് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് എ പോസിറ്റീവ്, ബി എന്താണ്, നെഗറ്റീവ്. അപ്പോൾ എയിൽ നിന്ന് കറണ്ട് വരുന്നു, അതെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം കൂടി പറയാം, ശരിക്കും ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു പോയിന്റ്? ഓക്കെ, അതുപോലെ ഇവിടെയും ഒരു പോയിന്റ് കണ്ടോ? ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള കണക്ഷൻ അല്ലേ ഇത്? ഓക്കെ, ഇനി ഈ വയറിന്റെ മുകളിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഈ 2 പോയിന്റും എന്താണ്, സെയിം പൊട്ടൻഷ്യലുള്ള പോയിന്റുകളാണ് പറയാം. മനസ്സിലായോ? അതുകൊണ്ട് ഈ 2 പോയിന്റുകളും നമുക്ക് ഒരുമിച്ച് വരക്കാം. കൂടാതെ നിങ്ങൾ നോക്കൂ, ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ കണ്ടോ? ഇതല്ലേ? ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ 2 പോയിന്റുകളുടെയും പൊട്ടൻഷ്യൽ എന്താണ്, സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 2 പോയിന്റുകൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് വരക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ സർക്യൂട്ടിനെ ഒന്ന് റീഡ്രോ ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ മാറ്റി വരക്കുന്നത് നോക്കൂ. ഇതാണ് നമ്മുടെ എ എന്ന പോയിന്റ്. അവിടുന്ന് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് ഈ പോയിന്റിൽ തന്നെ നമുക്ക് ഈ പോയിന്റും മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതിൽ നിന്ന് എത്ര റെസിസ്റ്റൻസ് വരുന്നു? ഈ പോയിന്റിൽ നിന്ന് എത്ര റെസിസ്റ്റൻസ് വരുന്നു? 21 ohm വരുന്നു, 3 ohm വരുന്നു. ഇവിടെ എത്ര വരുന്നു? 6 ohm വരുന്നു, 7 ohm വരുന്നു. അപ്പോൾ 4 റെസിസ്റ്റൻസ് എവിടെ തന്നെ കണക്ട് ചെയ്യാം? ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മാറ്റി വരക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ 4 റെസിസ്റ്റൻസുകൾ വരക്കുന്നു. 1 2 3 4. ഏതൊക്കെയാണ് റെസിസ്റ്റൻസ്? ഒന്ന് 21 ohm ആണ്, ദിസ് ഈസ് 21 ohm. അടുത്തത് ഏതാണ്? അടുത്തത് 3 ohm ആണ്, ദിസ് ഈസ് 3 ohm. അടുത്തത് ഏതാണ്? 6 ohm ആണ്. ഓക്കെ, ദിസ് ഈസ് 6 ohm. അടുത്തത് ഏതാണ്? 7 ohm ആണ്. സോ ദിസ് ഈസ് 7 ohm. ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 3 ohmഉം 6 ohmഉം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ 3 ohmഉം 6 ohmഉം ഇങ്ങനെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആ 2 റെസിസ്റ്റൻസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തായിട്ട് കാണിക്കുന്നതാ, ഇങ്ങനെ കാണിക്കുന്നു. ഇത് രണ്ടും ഈ പോയിന്റിൽ മീറ്റ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ കാണുന്നത്? ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക, ഈ പോയിന്റിൽ നിന്ന് 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് 12 ohmഉം പിന്നെ എന്താണ്, 6 ohmഉം. ശരിയല്ലേ? ഓക്കെ, അതുപോലെ 21 ohmഉം അതേപോലെ തന്നെ 7 ohmഉം. ഇതിന്റെ എല്ലാം എൻഡ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതാ, ഇതിന്റെ എല്ലാം എൻഡ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി ഇങ്ങനെ വരക്കുന്നു. അതായത് ഈ കോമൺ പോയിന്റിൽ നിന്ന് എന്ത് വരുന്നു? ഒരു 6 ohm റെസിസ്റ്റൻസ് വരുന്നു, അതുപോലെ ഒരു 12 ohm റെസിസ്റ്റൻസ് വരുന്നു. ഓക്കെ, 12 ohm റെസിസ്റ്റൻസ് വരുന്നു. ആ റെസിസ്റ്റൻസിന്റെ എൻഡ് ഒരു പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അതേ പോയിന്റിലേക്ക് തന്നെയാണ് ഏത് വരുന്നത്? ഈ 21 ohm കണക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ 7 ohm കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ നിന്ന് ബി കണക്ട് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇത് മാറ്റി വരക്കാം. മനസ്സിലായില്ലേ? ഇനി ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? കറണ്ട് വരുന്നു. ആ കറണ്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് I3 ആണ്, ഇതിലൂടെ പോകുന്ന കറണ്ട് I4 ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? പരസ്പരം പാരലൽ. ഇതൊക്കെ പരസ്പരം പാരലൽ ആണ്. ശരിയല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ I2ഉം I3യും കൂടി എന്ത് ചെയ്യുന്നു? ഇവിടെ എത്തുന്നു അല്ലേ? ഇവിടെ എത്തി അതെന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതിലൂടെ പോകുന്നു, ഇതിലൂടെ പോകുന്നു. അപ്പോൾ ഇതും എന്താണ്? പരസ്പരം പാരലൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഈ 3 ഓമും ഈ 6 ഓമും എന്താണ്? പാരലൽ ആണ്. ഈ 6 ഓമും ഈ 12 ഓമും എന്താണ്? പാരലൽ ആണ്. ആ രണ്ടിന്റെയും പാരലൽ കോമ്പിനേഷൻ പരസ്പരം എന്താണ്? സീരീസ് ആണ്. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഈ 3 ഓമും 6 ഓമും എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു. അതായത് ഈ 3 ഓമും 6 ഓമും എന്താണ്? പാരലൽ ആണ്. അതുകൊണ്ട് അതിന്റെ ഇക്വലന്റിന്റെ വാല്യൂ എത്രയാ വരിക? 3 × 6 ഡിവൈഡഡ് ബൈ 3 + 6 ആയിരിക്കും അല്ലേ? R1 × R2 ഡിവൈഡ് ബൈ R1 + R2 ദാറ്റ് ഈസ് 18 ഡിവൈഡ് ബൈ 9 എത്ര കിട്ടി? 2 ഓം എന്ന് കിട്ടും. അതുപോലെ ഈ 6 ഓമും 12 ഓമും എന്താണ്? പാരലൽ ആണ്. അപ്പോൾ 6ഉം 12ഉം പാരലൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? 6 × 12 ഡിവൈഡഡ് ബൈ 6 + 12 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡ് ബൈ 18 ദാറ്റ് ഈസ് വാട്ട്? 4 ഓം. ശരിയല്ലേ? ഇനി ഈ 4 ഓമും ഈ 2 ഓമും എന്താണ്? സീരീസ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇത് രണ്ടും പരസ്പരം സീരീസ് ആണ്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന 2 ഓമും 4 ഓമും എന്താണ്? സീരീസ് ആണ്. സോ 2 ഓം ആൻഡ് 4 ഓം ആർ ഇൻ സീരീസ്. അതുകൊണ്ട് അതിന്റെ ഈക്വലന്റ് എത്രയാ കിട്ടുക? 2 + 4 എന്ന് കിട്ടും. അത് എത്രയാണ്? 6 ഓം ആണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിനെ ഒന്നുകൂടി മാറ്റി വരക്കാം. എങ്ങനെ? ഇതാണ് എ എന്ന പോയിന്റ്. എയിൽ നിന്ന് തുടങ്ങി, ഓക്കെ, എയിൽ നിന്ന് തുടങ്ങി ഈ പോയിന്റിൽ വെച്ച് ഒരു 21 ഓം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഒരു 7 ഓം വരുന്നുണ്ട്. ഇത് 7 ഓം ആണ്, ഇത് 21 ഓം ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ കണക്ഷൻ മൊത്തത്തിൽ എത്രയായി മാറി? 6 ഓം റെസിസ്റ്ററായി മാറി. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 6 ഓം റെസിസ്റ്ററാണ് ഉള്ളത്. ശരിയല്ലേ? ഇതാണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഈ 21 ഓമും ഈ 6 ഓമും ഈ 7 ഓമും എന്താണ്? പാരലൽ ആണ്. സോ വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഫോർ ദ സർക്യൂട്ട് ആസ് 1/RAB അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? എയുടെയും ബിയുടെ ഇടയിൽ ഈ റെസിസ്റ്റൻസ് എല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. സോ 1/RAB ഈസ് ഈക്വൽ ടു 1/21 പ്ലസ് 1/6 പ്ലസ് 1/7 എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് LCM എത്ര എടുക്കാം? ഇവിടെ നമുക്ക് 42 LCM ആയിട്ട് എടുക്കാം. 42 LCM ആയിട്ട് എടുത്താൽ ഇവിടെ എന്ത് വരും? 2 വരും. ഇവിടെ എന്ത് വരും? 7 വരും. ഇവിടെ എന്ത് വരും? 6 വരും. ദാറ്റ് ഈസ് 13, 15 ഡിവൈഡ് ബൈ 42 എന്ന് കിട്ടും. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസ്? ദാറ്റ് ഈസ് RAB ഈസ് ഈക്വൽ ടു 42 divided by 15 ohm. So this is the answer. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണ്? 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്ത വയർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ പോയിന്റുകളെല്ലാം കൂടി ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഇലക്ട്രിക്കൽ സർക്യൂട്ട് റെസിസ്റ്റൻസസ് ക്യാൻ ബി connected in series or parallel or combination of both. If R1 and R2 are two resistors connected in series, what is their effective resistance? അപ്പോൾ R1ഉം R2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? RS is equal to R1 plus R2. ഇതാണ് ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് RP ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് എഴുതാം. ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് P ആൻഡ് Q ഇൻ ദ ബിലോ ഡയഗ്രാം. അപ്പൊ ഈ ഡയഗ്രത്തിലുള്ള
രണ്ട് ടെർമിനൽസ് ആണ് പിയും ക്യൂവും. ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു. പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ട് എടുക്കുക, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ടെർമിനലായിട്ട് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ പിയും നെഗറ്റീവ് ടെർമിനലിൽ ക്യൂയിലും കണക്ട് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഐ കറണ്ട് വരുന്നു. അത് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിലൂടെ പോകുന്ന കറണ്ട് I1 ആകാം, ഇതിലൂടെ പോകുന്ന കറണ്ട് I2 ആകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ I1 എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തുന്നു. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. ഇതിലൂടെ I3 കറണ്ട് പോകുന്നു, ഇതിലൂടെ I4 കറണ്ട് പോകുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കേസ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ I4 കറണ്ട് ഇവിടെ എത്തിയാൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യില്ല, ആ I4 കറണ്ട് ഇതിലൂടെ തന്നെ പോകും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കേസിൽ ഈ രണ്ട് 2 ഓം റെസിസ്റ്റേഴ്സ് എന്താണ്? പാരലൽ ആണ്. ഈ രണ്ട് 2 ഓം റെസിസ്റ്റേഴ്സ് എന്താണ്? പാരലൽ ആണെന്ന് മനസ്സിലായി. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്? രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണ്, രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം പാരലൽ കോമ്പിനേഷന്റെ വാല്യൂ എത്രയാണ്? RP = R/N ആണ്. എന്ന് പറഞ്ഞാൽ 2/2 എത്രയാണ്? 1 ഓം ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 1 ഓം ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് നമുക്കൊന്ന് മാറ്റി വരക്കാം. ഈ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. ശരിക്കും ശ്രദ്ധിക്കൂ, ഇത് P. ഓക്കെ, പിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇത് Q ആണ്. ഇവിടെ നിന്ന് ഒരു 1 ഓം റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഈ 2 ഓമും പിന്നീട് വരുന്നത് ഈ 2 ഓമും 2 ഓമും കൂടിയുള്ള പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി എത്രയാണ്? 1 ഓം ആണ്. ഓക്കെ, പിന്നീട് ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അതിന് തൊട്ടപ്പുറമുള്ള കണക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് ഓപ്പൺ ആണ് അല്ലേ, അതിലൂടെ കറണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം നേരത്തേതുപോലെ തന്നെ ഇവിടുന്ന് കറണ്ട് I വന്നു, ഇതിലൂടെ കറണ്ട് പോയി I1, ഇതിലൂടെ കറണ്ട് പോയി I2. ഓക്കെ, ഈ I1 ഇവിടെ എത്തിയാൽ സ്പ്ലിറ്റ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല? കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ എന്തില്ല, സർക്യൂട്ടിന്റെ ബാക്കി ഭാഗം എന്താണ്? ഓപ്പൺ ആണ്. അതുകൊണ്ട് ഈ I1 കറണ്ട് തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ 1 ഓമും ഈ 1 ഓമിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്ത് കണക്ഷനാണ്? സീരീസ് കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഈക്വലന്റ് വാല്യൂ കണ്ടുപിടിക്കുക. എത്രയാണ്? R1 + R2 ദാറ്റ് ഈസ് 1 + 1 എത്ര കിട്ടി? 2 ഓം എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇത് 2 ഓം ആയി മാറി. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് ഒന്നുകൂടി മാറ്റി വരക്കുകയാണെങ്കിൽ ഇത് P, ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ്, ഇത് Q, ഇത് 2 ഓം ആണ്. പിന്നീട് ഈ രണ്ടും കൂടി സീരീസ് ആയിട്ട് ഒറ്റ റെസിസ്റ്റൻസ് ആയി മാറി ഇങ്ങനെ. ഇതെത്രയാണ്? ഇത് 2 ഓം ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ രണ്ടും എന്താണ്? ഇത് രണ്ടും പാരലൽ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആണ്. സോ വാട്ട് ഈസ് ദ ഈക്വൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q? ദാറ്റ് ഈസ് 2/2 ദാറ്റ് ഈസ് 1 ഓം. ശരിയല്ലേ? കാരണം എന്തുകൊണ്ടാ? ഇത് രണ്ടും എന്താണ്? ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം RPQ എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? R/N എഴുതാം. വാട്ട് ഈസ് R there? 2 ആണ്. വാട്ട് ഈസ് N there? 2 റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ. സോ 2/2 ഈസ് ഈക്വൽ ടു വാട്ട്? 1 ഓം. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാണ്? 1 ഓം ആണ്. ഓക്കെ, സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 3 റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ടു എ ബാറ്ററി ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് ഒന്ന് നോക്കൂ. ഇവിടെ ഒരു 2 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ട് നമുക്കൊരു പേര് കൊടുക്കാം I. ഈ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്യും. ഇതിലൂടെ I1 കറണ്ട് പോകുന്നു, ഇതിലൂടെ I2 കറണ്ട് പോകുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഈ I2 എന്ന കറണ്ട് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് പോകാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഈ I2 കറണ്ട് ഇതിലൂടെ പോകുന്നു. ഈ കറണ്ട് ഇവിടെ എത്തുന്നു, അതുപോലെ I1 ഇവിടെ എത്തുന്നു. അത് രണ്ടും കൂടിച്ചേർന്ന് എത്ര കറണ്ടായിട്ട് പോകുന്നു? I കറണ്ടായിട്ട് വീണ്ടും ബാറ്ററിയിലേക്ക് തിരിച്ചു പോകുന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, I2 കറണ്ട് തന്നെയാണ് ഈ 30 ഓമിലൂടെയും ഈ 30 ഓമിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സീരീസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് അർത്ഥം. കാരണം കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് ഇതിന്റെ ഈക്വലന്റ് എത്രയായിരിക്കും? 30 + 30 എത്രയാണ്? 60 ഓം എന്നാണ് കിട്ടുക.
അപ്പോൾ ഇതിന്റെ ഈക്വലന്റ് വാല്യൂ എത്രയാണ്? 60 ഓം ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഈ 60 ഓമും ഈ 30 ഓമും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ 60 ഓമും ഈ 30 ഓമും എങ്ങനെയാണുള്ളത്? ദേ ആർ ഇൻ പാരലൽ. അതുകൊണ്ട് ഇവിടെയുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടെയുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ആർ ഈക്വലന്റ് ഈസ് ഈക്വൽ ടു, അത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് 1/r equivalent ഈസ് ഈക്വൽ ടു 1/30 പ്ലസ് 1/60 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ആർ equivalent ഈസ് ഈക്വൽ ടു 60 into 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 30 അല്ലേ? അത് എത്ര കിട്ടും നിങ്ങൾക്ക്? ദാറ്റ് ഈസ് 1800 ഡിവൈഡഡ് ബൈ 90. സോ ദ ആൻസർ ഈസ് വാട്ട്? 20 ഓം. അപ്പോൾ ഇവിടെയുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 20 ഓം ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് ഇപ്പോൾ എന്തായി മാറി? ഈ സർക്യൂട്ട് ഇപ്പോൾ ഇങ്ങനെയായി മാറി. ശരിയല്ലേ? ഇവിടെ ഒരൊറ്റ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് എത്രയാണ്? 2 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എത്രയാണ് റെസിസ്റ്റൻസ്? 20 ഓമുമായിട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണ്? I ആണ്. ശരിയല്ലേ? ആ കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ I ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ I എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വോൾട്ടേജും അറിയാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസും അറിയാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം V ഈസ് ഈക്വൽ ടു എന്താണ്? I ഇൻറ്റു R ആണ്. സോ വാട്ട് ഈസ് I ദർ? I ഈസ് ഈക്വൽ ടു V ബൈ R. ഇവിടെയുള്ള കേസിൽ V എത്രയാണ്? 2 വോൾട്ട് ആണ്. R എത്രയാണ്? 20 ആണ്. സോ ദ വാല്യൂ ഓഫ് കറണ്ട് ഈസ് 0.1 ആംപിയർ. സോ ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആ സർക്യൂട്ടിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ആ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ബാറ്ററിയുടെ വോൾട്ടേജിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഈക്വലന്റ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി I ഈസ് ഈക്വൽ ടു V ബൈ R എന്ന് പറയുമ്പോൾ ആക്ച്വലി ദിസ് ഈസ് ദ ബാറ്ററി വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് വാട്ട്? ഈക്വലന്റ് റെസിസ്റ്റൻസ്. മനസ്സിലായോ? ആ രീതിയിലാണ് നമ്മൾ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ വാട്ട് വുഡ് ബി ദ അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ റീഡിംഗ് ഇഫ് ദ കീ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഒരു കീ തന്നിട്ടുണ്ട്. ഇതാണ് K എന്ന് പറയുന്ന ഒരു കീ ആണ്. ഈ കീ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് അമ്മീറ്റർ റീഡിങ്, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ റീഡിങ് എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. 5 വോൾട്ട് ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് സെൻഡ് ചെയ്യുന്നു. I ആണ് കറണ്ട്. ഓക്കെ, ഈ കറണ്ട് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്യും. ശരിയല്ലേ? അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു കറണ്ട് ഇതിലൂടെ പോകും. I1 എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ പോകും. I2 എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ പോകും. ശരിയല്ലേ? ഈ കറണ്ട് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയാൽ അത് എന്ത് ചെയ്യും? അത് കമ്പൈൻ ചെയ്തിട്ട് എത്ര കറണ്ട് ഇതിലൂടെ പോകും? I കറണ്ട് ഇതിലൂടെ പോകും. ശരിയല്ലേ? ഇപ്പോൾ ഈ സർക്യൂട്ടിൽ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം. ഈ 8 ഓം റെസിസ്റ്റൻസും അതുപോലെ തന്നെ 2 ഓം റെസിസ്റ്റൻസും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ 8 ഓമും 2 ഓമും എന്താണ്? പാരലാണ്. ആ പാരലൽ കോമ്പിനേഷൻ ഈ 3.5 ഓമുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണ്. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ പാരലൽ കോമ്പിനേഷന്റെ എന്ത് കണ്ടുപിടിക്കാം? ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? 1/Rp ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ശരിയല്ലേ? ദാറ്റ് ഈസ് Rp ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? R1 R2 ദാറ്റ് ഈസ് 2 into 8 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 8 എന്ന് എഴുതാം. ദാറ്റ് ഈസ് വാട്ട്? 16 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് 1.6 ഓം എന്ന് കിട്ടും. ശരിയല്ലേ? ഈ 1.6 ഓം ഏതുമായിട്ട് സീരീസ് ആണ്? 3.4 ഓമുമായിട്ട് അല്ലേ? അപ്പോൾ 1.6 ഓം ഈസ് ഇൻ സീരീസ് വിത്ത് വിച്ച് വൺ? സീരീസ് വിത്ത് 3.4 ഓം. ശരിയല്ലേ? അപ്പോൾ 3.4 ഓമുമായിട്ട് അത് സീരീസ് ആണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? R equivalent ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ദാറ്റ് ഈസ് 1.6 പ്ലസ് 3.4 ദാറ്റ് ഈസ് 5 ഓം. ഇതാണ് ഇവിടെയുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുക? ടോട്ടൽ കറണ്ട് സെൻഡ് ബൈ ദ ബാറ്ററി ഈസ് ഗിവൺ ബൈ ബാറ്ററി വോൾട്ടേജ് ഡിവൈഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് V by R equivalent. I equal to V by R, that is V by R equivalent. So V is 5 and R equivalent is 5. So what is the value of current? 1 ampere ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ I ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആണ്. അപ്പോൾ ഈ അമ്മീറ്റർ കാണിക്കുന്ന റീഡിംഗ് ഏതാണ്? അമ്മീറ്റർ മെഷർ കറണ്ട്. ഏത് കറണ്ട്? ഈ 1 ആംപിയർ പോകുന്ന സമയത്തുള്ള വാല്യൂ ആണ് കാണിക്കുക. അപ്പോൾ എത്ര അമ്മീറ്റർ റീഡിംഗ്? 1 ആംപിയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ അമ്മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. സോ ഹിയർ അമ്മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ആംപിയർ ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വോൾട്ട് മീറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? വോൾട്ട് മീറ്റർ ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തിനിടയിലുള്ള വോൾട്ടേജ്? ഈ പാരലൽ കോമ്പിനേഷൻ ഇടയിലുള്ള വോൾട്ടേജ് ആണ് അതെന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ സർക്യൂട്ട് നമുക്കൊന്ന് മാറ്റി വരച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഈ സർക്യൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുക, നമുക്ക് എന്താ കിട്ടുന്നത്? ഇങ്ങനെയാണ് കിട്ടുന്നത്. അവിടെ 8 ഓമും 2 ഓമിനും പകരം എത്രയാണുള്ളത്? 1.6 ഓം ആണ് ഇവിടെയുള്ളത്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ് നിങ്ങൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വരുന്ന കറണ്ട് എത്രയാണ്? ഇവിടുന്ന് വരുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ആ 1 ആംപിയർ ഏതിലൂടെ പോകുന്നു? ആ 1 ആംപിയർ ഇതിലൂടെ പോകുന്നു. ഏത്? 1.6ലൂടെ പോകുന്നു. ഏത്? ഈ പാരലൽ കോമ്പിനേഷനിലൂടെ പോകുന്നു. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ ആരെയാണ് മെഷർ ചെയ്യുന്നത്? ഈ 1.6 ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ പാരലൽ കോമ്പിനേഷൻ, അതായത് 8 ഓം 2 ഓം എന്ന ആ പാരലൽ കോമ്പിനേഷൻ ഇടയിലുള്ള വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ വോൾട്ട് മീറ്റർ റീഡിംഗ്? സോ വി ക്യാൻ റൈറ്റ് വോൾട്ട് മീറ്റർ റീഡിംഗ് ഈസ് ഈക്വൽ ടു കറണ്ട് I, അല്ലേ? അതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? I ആണ്. ആൻഡ് വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഈസ് RP. പാരലൽ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 1 into 1.6 എത്രയാണ് കിട്ടുക? 1.6 വോൾട്ട് ആണ്. സോ വോൾട്ട് മീറ്റർ റീഡിംഗ് എത്രയാണ്? 1.6 വോൾട്ട് ആണ്. മനസ്സിലായോ? ഓക്കെ, ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്തതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.